തമിഴ്നാട്ടിലെ വിരുദുനഗറിൽ പടക്കനിർമ്മാണശാലയിലുണ്ടായ സ്ഫോടനത്തിൽ ഉടമകൾക്കെതിരെ കേസെടുത്തിട്ടുണ്ട്. ഈശ്വരി, ഭർത്താവ് മുത്തുമാണിക്യം എന്നിവരെ പ്രതിയാക്കിയാണ് കേസ്. വിരുദുനഗറിൽ നിന്ന് രാഹുൽ വിജയനാണ് ചേരുന്നത്. രാഹുൽ, നടപടിയിലേക്ക് കടക്കുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. ഇപ്പോൾ ഒരു കേസായിട്ടുണ്ട്. ഈ ഉടമകൾക്കെതിരെ എന്തൊക്കെ വകുപ്പുകൾ ചുമത്തിയാണ് കേസെടുത്തിരിക്കുന്നത്? പ്രജിൻ, ഇന്നലെ തന്നെ തമിഴ്നാട് റവന്യൂ വകുപ്പ് മന്ത്രി പറഞ്ഞിരുന്നതാണ് ഈ സ്ഥാപന ഉടമകൾക്കെതിരെ കേസെടുക്കും, നിർബന്ധമായിട്ടും കേസുണ്ടാകും എന്നുള്ള കാര്യം വ്യക്തമാക്കിയിരുന്നതാണ്. എന്തായാലും അതിലൊരു നടപടി വന്നിരിക്കുന്നു. പച്ചക്കാരൻപെട്ടി പോലീസാണ് ഇപ്പോൾ ഈ ഉടമകളായിട്ടുള്ള ഈശ്വരി, ഭർത്താവ് മുത്തുമാണിക്യം എന്നിവർക്കെതിരെ കേസെടുത്തിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിൽ പ്രാഥമികമായിട്ട് മനഃപൂർവ്വമല്ലാത്ത നരഹത്യ ഉൾപ്പെടെയുള്ള കുറ്റങ്ങൾ ചുമത്തിക്കൊണ്ടാണ് കേസെടുത്തിരിക്കുന്നത് എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഈ സംഭവം നടന്നതിന് പിന്നാലെ ഈ ഈശ്വരിയും ഭർത്താവ് മുത്തുമാണിക്യവും ഒളിവിൽ പോയിരിക്കുകയാണ്. അവരെ കണ്ടെത്തുന്നതിന് വേണ്ടിയുള്ള അന്വേഷണം പോലീസിന്റെ ഭാഗത്തു നിന്ന് ഊർജിതമായി നടക്കുകയും ചെയ്യുന്നുണ്ട്. വിരുദുനഗർ എസ്പിയുടെ നിർദ്ദേശപ്രകാരം 4 ടീമുകളായി തിരിഞ്ഞു തന്നെ പരിശോധനയും അന്വേഷണവും ഊർജിതമായി തുടരുകയാണ്. പക്ഷേ എവിടെയാണ് ഈ ഉടമകൾ ഉള്ളത് എന്നുള്ളത് ഇതുവരെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. ലൈസൻസ് ഉണ്ട് എന്ന് പറഞ്ഞിരുന്നതാണ് ആദ്യഘട്ടത്തിൽ. റവന്യൂ വകുപ്പിന്റെ പരിശോധനയിലും ഈ സ്ഥാപനത്തിന് ലൈസൻസ് ഉണ്ട് എന്ന് സ്ഥിരീകരിക്കുകയും ചെയ്തതാണ്. എങ്കിൽ കൂടിയും ഇത്തരമൊരു സംഭവമായതുകൊണ്ട് തന്നെ 24 പേരുടെ മരണത്തിനിടയാക്കിയത് ഒരു അപകടമായതുകൊണ്ട് തന്നെ അവർക്കെതിരെ കേസെടുക്കുന്ന ഒരു സ്വാഭാവിക നടപടിയാണ്. അതിന്റെ ആദ്യഘട്ടമാണ് ഇപ്പോഴെന്തായാലും പോലീസിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിരിക്കുന്നത്. ഇനി കൂടുതൽ പരിശോധനകൾ നടത്തി ഈ പ്രതികളെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തതിനു ശേഷം എന്തെങ്കിലും തരത്തിലുള്ള വീഴ്ച സംഭവിച്ചിട്ടുണ്ടോ എന്ന് അറിഞ്ഞതിന് ശേഷം മാത്രമായിരിക്കാം തുടർ നടപടികളിലേക്ക് പോവുക. എന്തായാലും ഗുരുതരമായിട്ടുള്ള വകുപ്പുകൾ ഈ ഘട്ടത്തിൽ ചുമത്തിയിട്ടില്ല. അടുത്ത ഘട്ടത്തിലേക്ക് മൊഴി ഉൾപ്പെടെ ശേഖരിച്ച ശേഷം മാത്രമായിരിക്കാം ഗുരുതരമായിട്ടുള്ള വകുപ്പുകൾ ചുമത്താൻ സാധ്യത എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ നമുക്ക് അറിയാനും കഴിയുന്നത്. ആദ്യം പക്ഷേ ഈ ഉടമകളായിട്ടുള്ള ഈശ്വരിയെയും മുത്തുമാണിക്യത്തെയും പോലീസിനെ കണ്ടെത്തേണ്ടതുണ്ട്. അതിനുള്ള അന്വേഷണമാണ് ഇപ്പോഴെന്തായാലും പുരോഗമിക്കുന്നത്. ശരി, വിരുദുനഗറിൽ നിന്ന് രാഹുൽ വിജയനാണ് വിശദാംശങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.